ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിന്ധാകാന്ഡം സമ്പാദ്യവാക്യം മുതൽ കിഷ്കിന്ധാകാന്ഡം സമാപ്തം വരെയാണ് ഇന്ന് വായിക്കാനുള്ളത്. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാഗ്രദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗ്രദ്രപ്രവരനും വൃദ്ധീധര പ്രവരോത്തുംഗരൂപനായി ദുഷ്ടാപരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗ്രദ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനോദിനം. ഗ്രദ്രവാക്യം കേട്ടു മർക്കടൗകം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിടിനാർ. അധീന്ദ്രതുല്യനായൊരു ഗ്രദ്രാധിപൻ സത്വരം കുത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല, നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. ഭർത്തം ഇവനാൾ മരിക്കുന്നു വന്നതും എത്രയും ഭാവികളാകതന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതോ. കർണവീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങൂ വരുവിൻ ഭയപ്പെടാകേതുമേ. കുംഭകോൺ പൗത്രനും അമ്പോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലും മാറുചെന്നമ്പോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ. പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ. ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതൂകാനനും താതാജ്ഞയാപുര. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു. തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണതാചരനോടു ജടായുവാം. പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ. മൃത്യുവരായികെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു രാമസായൂജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം. സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കവീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടാകിലപ്പോൾ അവരെ വധിക്കും കവീവരൻ. പാതാളമുൾപ്പൊക്കു വാസരം പോയതും ഏതോ മറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു.
ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദാൽ അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ, നിങ്ങൾക്കു വാക്സഹായം ജൈവനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അഗ്നിതീരത്തു വെച്ചിടിനാരാധരാൾ. തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാജലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൾ. സാമർത്ഥ്യമാർക്കതോ ലംഘിപ്പതിന്നവൻ ഭൂമി ധനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കേണമാശുവോ രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടി കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിയിടിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണി തീയും പിടിച്ചെയ്തനൂജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതോ ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്തനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായതോ ചിറകും കരിഞ്ഞിങ്ങനെ. ദിക്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുടന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതേനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകം ദയാനിതേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമെന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനീ. ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യ സമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സദ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവായി ഭവിക്കുന്നു. ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു.
ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും അഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്ദൈവ കർമ്മ കർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാപാത്മകസ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴുമതോ ഭുവി. പുണ്യം ഒടുങ്ങിയാൽ എന്തുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി. ഭൂമോപതിച്ചു ശാല്യാദികളാൽ ഭവിച്ച ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുർബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ. പേശി രുതിര പരിപ്ലുതമായി വരും അശുതസ്യാമങ്കുരോത്പത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൾ പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൾ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും. 5 മാസം കൊണ്ടു ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതിദേഹിനാം. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോപസ്ഥനാഭിവായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ. ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി. പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ 9-ാം മാസേ വളരും ദിനം പ്രതി. കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൾ സാപേക്ഷമായ ഭുക്താന രസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹു മൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവന്യപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി ചമഞ്ഞിതോ. നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചിതന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേക്കെപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാവേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാന്വിതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൾ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പരാസകേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവ നാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന ആത്മജ്ഞാനിയായി വാഴുക നീ.
ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹം അകലുമെല്ലാവനും പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭൂമി പാരമാർത്യാത്മനാ വാഴുക നീസകേ മറ്റൊരുപദേശവും പറയാം തവ ചറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചമ്പോടു ഭക്ത ജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിദോബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോമായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കവികുലം ദക്ഷിണ വാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തൂ ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യന്മാരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ചെയ്കിലർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമോരാകുലമുണ്ടാകയിൽ ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്തുന്നതനായ സമ്പാദി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കബീവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ജാവതീനന്ദവകാശം കവികളെ. ശക്രതനയ തനൂജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗ ബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനെതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമസൗമിത്രികൾക്കും ബഹുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി. 30 ചാടാം എനിക്കെന്നപരനും അപ്പടി 40 മറ്റേവനും. 50, 60, 70 80 ചാടാം എനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധോ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ.
ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തം അജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം മിത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാൻ ഇതിനെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യതി ലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യ മനസ്സനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലുഭയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയോ ഉണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു. പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായി അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡ കിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാ ശക്രനുടെ വജ്രമേറ്റൂപതിച്ചതും. ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടു മുൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവൻ എന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക നീ. ത്വൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതിന്നിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൾ സിംഹനാഥം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാനിപ്പോഴേ. അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവാൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. മാരുതി വാക്കു കേട്ടൊരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരാക കല്യാണം ഭവിക്കതേ. മാരുതദേവനും ഉണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ആശീർവചനവും ചെയ്തു കവികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇദ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.